വായിക്കണോ? വേണ്ട, ഇത്തിരി നേരത്തെ വരാമോ? വരാ. എന്താ സിനിമയ്ക്ക് വേണം? വേണ്ട, ഡോക്ടർ ഒന്ന് കാണണം. ഡോക്ടറോ? എന്താ അസുഖം? അസുഖമൊന്നുമില്ല. അസുഖമൊന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാ ഡോക്ടറെ കാണുന്നത്? അസുഖം ഉണ്ടോ ഇല്ലെന്ന് ഡോക്ടർ തീരുമാനിക്കട്ടെ. നേരത്തെ വരൂ. ചേടാ, അസുഖം ഉണ്ടോ ഇല്ലെന്ന് തീരുമാനിക്കുന്നത് ഡോക്ടറാണ്. അതെന്താ അസുഖമാണ്? വരട്ടെ. ഫോൺ ചെയ്താൽ മതി. മന്ത്രി ലെവലിൽ വരെ നിന്നെ ആൾക്കാർ വന്ന് പിന്നെ ഒന്ന് ചുമ്മാ ഇരിക്കണം. നീ എന്നെ ആവശ്യത്തിന് വിളിച്ചിട്ട് എന്തായത്? എന്തിനാ ഇയാളെ കെട്ടിയിട്ടിരിക്കുന്നത്? എന്റെ പൊന്നു മുതലാളി, ഇയാളെ കൊണ്ട് ഇവിടെ ജീവിക്കാൻ മേലാതെ അയക്കുക. ഒരു ദിവസത്തേക്കെന്നും പറഞ്ഞ് എന്റെ വാച്ച് മേടിച്ചോണ്ട് പോയതാ കഴിഞ്ഞ ആഴ്ച. ഇപ്പൊ വിറ്റ് തന്നിട്ട് വന്ന് നിൽക്കുന്നു. നിങ്ങൾ എന്തിനാ ഇയാൾക്ക് വാച്ച് കൊടുത്തത്? ഇയാളെന്താ പെണ്ണ് കെട്ടാൻ പോകുന്നു? ഇയാളുടെ ഭാര്യയുടെ അപ്പൻ അസുഖം കൂടുതലാ, അവിടെ പോകാനാണെന്നും പറഞ്ഞാ വാച്ച് ചോദിച്ചത്. ഒരു ദിവസത്തേക്കല്ലേ എന്ന് ഓർത്ത് ഞാൻ കൊടുക്കുകയും ചെയ്തു. ഒന്നെങ്കിൽ എന്റെ വാച്ച്, അല്ലെങ്കിൽ എന്റെ രൂപ, ഇല്ലെങ്കിൽ ഇടാൻ താൻ ആരുടെ കല്യാണം മുടക്കാനാ പോയത്? ഞാനൊരു കല്യാണം ആലോചിക്കാൻ പോയതാ. ആർക്കാ? ദാവത്താബീദിന്. ഒരു ബന്ധു വീട്ടിൽ പോകാനാണെന്നും പറഞ്ഞ് അവനാ എന്റെ നിന്ന് വാച്ച് വാങ്ങിച്ചോണ്ട് പോയത്. ഇതൊക്കെ താൻ ഇവരോട് പറഞ്ഞാൽ മതി. സത്യം പറ, താൻ ഏത് ഷാപ്പിലാണ് പണയം വെച്ചത്? എന്റെ സ്വഭാവം തനിക്കറിയാമല്ലോ. എന്റെ പൊന്നു കുഞ്ഞേ, ഞാൻ പറഞ്ഞ സത്യമാണ്. കൈ കാശില്ലാഞ്ഞിട്ട് 10-30 മൈൽ നടന്ന് തല കറങ്ങി വീണപ്പോ ആ പരമുവാ എന്നെ വീട്ടിൽ കൊണ്ടുപോയി ചോറ് തന്നത്. പിന്നെ അവൻ വണ്ടിക്കൂലിയും തന്നു. അങ്ങനെയാ ഞാനിവിടെ വന്നത്. ഏതായാലും പോട്ടെ. ഇനിയിപ്പോ ഇയാളെ തല്ലിയിട്ട് എന്താ കാര്യം? വെറുതെ മഹാഭാവം വലിച്ചു വെക്കുന്ന എന്തിനാ? അഴിച്ചുവിട്ടേക്ക്. വാച്ചിന്റെ പൈസ ഞാൻ തരാം. ആശാൻ എന്തിനാ ഈ പന്ന പണിക്കൊക്കെ പോകുന്നേ? ആശാൻ ഈ ഒരൊറ്റ മുണ്ടേ ഉള്ളൂ. ഞാനൊരു പാവപ്പെട്ടവനല്ലേ കുഞ്ഞേ, അത്താഴ പട്ടിണിക്കാരൻ. അതൊക്കെ പോട്ടെ. ഞാനൊരു ജോലി തന്നാൽ ആശാന് ചെയ്യാൻ പറ്റുമോ? നാളെ മുതൽ എന്റെ വക എല്ലാ കൃഷിസ്ഥലങ്ങളുടെ മേൽനോട്ടം ആശാനാണ്. എന്റെ പൊന്നു കുഞ്ഞേ, എന്തായി കാണിക്കുന്നത്? കൊച്ചു പിള്ളേരെ പോലെ. എഴുന്നേക്ക്. ഇന്ന് മുതൽ ആശാൻ എന്റെ ആളാണ്. ശമ്പളം ഞാൻ പറയുന്നില്ല, ഇഷ്ടമുള്ളത് അങ്ങ് എഴുതിയെടുത്തോണം. എന്താ? ആശാൻ വെക്കൂ. നാളെ രാവിലെ ഇങ്ങ് എത്തിയേക്കണം. ഒരു കാര്യം ചോദിക്കാൻ ഞാൻ മറന്നുപോയി. പരമുവിനെ എവിടെ വെച്ച് കണ്ടെന്നാ പറഞ്ഞേ? അടിവാരത്തില്. ഞാനൊന്ന് വരാൻ കുറെ വൈകും. ഒരു പാർട്ടി പാലക്കാട് ട്രിപ്പ് പറഞ്ഞിട്ടുണ്ട്. എത്ര വൈകാലും ഞാനിങ്ങ് എത്തും. ഇതൊക്കെ ഒരു കാര്യം ചെയ്യും. ആ നാണിയമ്മയെ കൂടെ കൂട്ടിന് വിളിച്ചു. ഒന്ന് നിന്നേ, ഏതെങ്കിലും ഒരു വെല്ലി തൊട്ടെ. എന്തിനാ? തൊട്ടെ പറയാം. ഇന്നത്തെ പാലക്കാട് ട്രിപ്പ് ക്യാൻസൽ ആവും. ഓ പിന്നെ, പാതി കാശ് അവർ അഡ്വാൻസ് തന്നതാ. എന്തായാലും ഇന്നത്തെ ട്രിപ്പ് ക്യാൻസൽ. ബെറ്റുണ്ടോ? ട്രിപ്പ് ക്യാൻസൽ ആയാൽ ഗീത കുഞ്ഞിനൊരു സാരി. ക്യാൻസൽ ആയില്ലെങ്കിലോ? ക്യാൻസൽ ആയില്ലെങ്കിൽ എനിക്കൊരു ബ്ലൗസ് പീസ്. ശരി, അതുള്ളവല്ലോ അല്ലേ?
എന്തിനാടി അവൻ? ഗീതക്കുഞ്ഞെ, ഗീതക്കുഞ്ഞെ, ബെറ്റ് ജയിച്ചു കേട്ടാ. പോയി വീടിങ്ങുന്നു. നമുക്ക് കുറച്ചേരം പിരിക്കാം. വേണ്ട. ഓ, അവരങ്ങ് 6 നീന്തി കയറാനൊന്നും പോകുന്നില്ല. നീ വല്ലാതെ ക്ഷീണിച്ചിരിക്കല്ലേ, വാ കുറച്ചിരിക്കാം. വാ.
ഇനി ദൂരം കുറെ ഉണ്ടോ? ഇല്ല, 2-3 ഫർലോങ് കൂടെ കഴിഞ്ഞാൽ ഹിൽ റോഡായി. വല്ല ലോറിയോ മറ്റോ കിട്ടും. നമുക്ക് കുറച്ചേരം ഇരുന്നിട്ട് പോവാം. അവനെ കൊല്ലരുത്. എനിക്ക് അവരെ ജീവനോടെ വേണം. ജോണി, ജോണി, നോ. Johnny! Please stand by me. Don't kill him. I say, Johnny. എന്റെ പണയോടെ ടെല്ലി മാസ്റ്റർ, എന്റെ പണയോടെ അവന്റെ ജോണിയുടെ കയ്യിൽ. നീ കള്ളം പറയുന്നു. അല്ല, അന്ന് നാട്ടി വെച്ച്. ചാകാൻ നേരത്തും ചിലരെങ്ങനെയാ കള്ളമേ പറയൂ. ഇല്ല, പരമ എന്നോട് കള്ളം പറയില്ല. സത്യം പറയും. എവിടെ എന്റെ പണം? അറിയണമെന്ന് അത്രയ്ക്ക് വാശിയാണെങ്കിൽ പറയാം. പണം എന്റെ കയ്യിലുണ്ട്.